അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫലസ്തീന്റെ മണ്ണിൽ സാധാരണക്കാരായ മനുഷ്യർ, പ്രത്യേകിച്ച് പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വാക്കുകൾക്കതീതമാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ നിരന്തരമായ ആക്രമണങ്ങൾ, ഭക്ഷണം, വെള്ളം, മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ, ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ജനങ്ങൾ നേരിടുന്ന യാതനകൾ, ഇവയെല്ലാം ലോകത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടികൾ 60,000-ലധികം പലസ്തീനികളുടെ ജീവനെടുത്തു. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും ഇതിനെ മാനുഷിക ദുരന്തമായി വിശേഷിപ്പിക്കുന്നു. ഗാസയിലെ 90% വീടുകൾ തകർക്കപ്പെട്ടു. ആശുപത്രികൾ, സ്കൂളുകൾ, അഭയകേന്ദ്രങ്ങൾ എന്നിവ ബോംബിട്ട് നശിപ്പിക്കപ്പെട്ടു. റഫ, ഖാൻ യൂനിസ്, ഗാസ സിറ്റി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ഹ്യൂമാനിറ്റേറിയൻ സോൺ എന്ന പേര് നൽകിയുള്ള നീക്കങ്ങൾ വാസ്തവത്തിൽ ജനങ്ങളെ കൂട്ടത്തോടെ നിർബന്ധിതമായി പലായനം ചെയ്യിക്കുന്നതിന്റെ ഭാഗമാണ്. ഈ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ ദുരന്തങ്ങളുടെ ഇടയിലാണ് ഒരു പലസ്തീൻ യുവാവിന്റെ ധൈര്യം നമ്മെ ഉണർത്തുന്നത്. ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്ന അവന്റെ പ്രവൃത്തി ഒരു വ്യക്തിയുടെ പ്രതിഷേധം മാത്രമല്ല, അത് ഒരു ജനതയുടെ അടങ്ങാത്ത ആത്മാഭിമാനത്തിന്റെയും അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെയും പ്രതീകമാണ്. അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും തന്റെ ജന്മനാടിനോടുള്ള സ്നേഹവും നീതിക്ക് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹവും നിറഞ്ഞിരിക്കുന്നു. ഈ യുവാവിനെപ്പോലെ പലസ്തീനിലെ ജനങ്ങൾ ദുരിതങ്ങളിലും തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നു. അവർ കല്ലുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ശബ്ദമുയർത്തിയും പ്രതിരോധിക്കുന്നു. എന്നാൽ ഈ പോരാട്ടം ഒറ്റപ്പെട്ടതല്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പലസ്തീന്റെ നീതിക്കായി ശബ്ദമുയർത്തുന്നുണ്ട്. എന്നിട്ടും ശക്തരായ രാഷ്ട്രങ്ങളുടെ നിശബ്ദതയും ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന നിലപാടുകളും പലസ്തീൻ ജനതയെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു. ഈ അവസ്ഥയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒന്നാമതായി, പലസ്തീന്റെ യഥാർത്ഥ അവസ്ഥ ലോകത്തോട് പറയുക. അവരുടെ ദുരിതങ്ങൾ, അവരുടെ ധൈര്യം, അവരുടെ പ്രതിരോധം ഇവയെക്കുറിച്ച് ബോധവത്കരണം നടത്തുക. മനുഷ്യാവകാശ സംഘടനകളെ പിന്തുണയ്ക്കുക. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ സഹായിക്കുക. ഏറ്റവും പ്രധാനമായി, നീതിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. പലസ്തീൻ ഒരു ദിനം സ്വതന്ത്രമാകും. അവിടെ ജനങ്ങൾ ഭയമില്ലാതെ, ദുരിതമില്ലാതെ ജീവിക്കും. ആ ദിനം വരെ ഓരോ കല്ലെറിയുന്ന യുവാവും, ഓരോ പ്രാർത്ഥനയും, ഓരോ ശബ്ദവും ഈ പോരാട്ടത്തിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലസ്തീൻ മക്കൾക്ക് സമാധാനവും വിജയവും നൽകട്ടെ. ആമീൻ.